സാധാരണഗതിയിൽ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി എത്ര രൂപ ചിലവ് വരുമെന്ന് നിങ്ങളൊന്ന് കണക്കാക്കിയിട്ടുണ്ടോ? നമുക്ക് നോർമലി നമ്മുടെ ഫുഡിൻ്റെ ചിലവും അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള വെള്ളം, അതുപോലെ ലോണ്ട്രി, ഇങ്ങനെയുള്ള ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ നോർമൽ ചിലവ് എത്ര വരുമെന്ന് നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ പല പേരൻസിനെയും പല ആൾക്കാരും ഇപ്പം നമുക്ക് കേരളത്തിൽ തന്നെ ഒത്തിരിയധികം ആൾക്കാർ പുറം രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ പേരൻസിനെ അവരുടെ വീടുകളിൽ തനിച്ചാക്കി അവർക്ക് വേണ്ടി ഒരു ഹോം നേഴ്സിനെയൊക്കെ സെറ്റപ്പ് ചെയ്ത് ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആൾക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു ഹോം നേഴ്സിന് നിങ്ങൾ എത്ര രൂപ സാലറി കൊടുക്കുന്നുണ്ടാവും? ഇന്നത്തെ കണ്ടീഷനിൽ 20,000 30,000 തൊട്ട് അതിന് മേളിലോട്ടാണ് പലർക്കുമുള്ള സാലറി. ഞാൻ പറയുന്നത് സാലറി മാത്രമാണ്. ഇനി അല്ലാണ്ടുള്ള വീട്ടു ചിലവുകൾ നോക്കുകയാണെങ്കിൽ അതിലും വളരെയേറെ കൂടുതൽ വരും. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഒരു റേഞ്ചിൽ നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ ഒരു പ്രായമായ ഒരു 50 വയസ്സിന് മേളിലുള്ള 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു അച്ഛനും അമ്മയും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നോർമലി ഉള്ള മന്ത്ലി ചിലവ് എല്ലാം കൂടെ ഒരു 35,000 36,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിൻ്റെ ആൾക്കാർ നമ്മുടെ എറണാകുളത്ത് കാക്കനാട് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അതിലൊരു സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ടോട്ടലായിട്ട് 61 ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റി എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ടോട്ടലായിട്ട് 61 ഫ്ലാറ്റുകളും നിങ്ങൾക്ക് തന്നെ വാങ്ങാൻ സാധിക്കും. അതായത് ഈ പ്രോജക്റ്റിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലാറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ സാധിക്കും. നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തരുന്നുണ്ടാവും. നമുക്കതിനകത്ത് ഏകദേശം 60 ലക്ഷം രൂപ തൊട്ട് 1,05 ലക്ഷം രൂപ വരെ ആ ഒരു റേഞ്ചിലുള്ള ഫ്ലാറ്റുകൾ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കുണ്ട്. ഇപ്പോൾ ടോട്ടൽ 61 ഫ്ലാറ്റുകളുള്ളതിൽ 10 എണ്ണത്തിൽ മാത്രമാണ് ഇപ്പം ഒഴിവുള്ളത്. അതായത് ഇപ്പോൾ പ്രായമായ പല ആൾക്കാർക്കും ഇത് റീസെയിലൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ റീസെയിൽ ചെയ്യാനൊക്കെ ഇട്ടിരിക്കുന്ന നമുക്ക് ടോട്ടൽ 10ഓളം ഫ്ലാറ്റുകളാണ് നമുക്കിപ്പോൾ അതിനകത്ത് ഒഴിവുള്ളത്. ഇതിനകത്ത് നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3 ഏക്കറിന് അടുപ്പിച്ചിട്ട് വരുന്ന വാട്ടർ ഫ്രണ്ടേജ് പ്രോപ്പർട്ടിയിലാണ് ഈ ഒരു ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലാറ്റൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റിവർ ഫ്രണ്ടേജൊക്കെ വരുമ്പോഴത്തേക്കും അതിനെ സ്പേസ് വിടണം. അപ്പോൾ ഏകദേശം ഒരു 2.5 ഏക്കറോളം സ്ഥലം നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് വിട്ട സ്ഥലം അത്രയും വലിയൊരു ഗാർഡനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് വാട്ടർ ഫ്രണ്ടേജ് ഗാർഡനോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിനകത്തുള്ള പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രായമായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ പരിചരിക്കാനുള്ള നേഴ്സും ഡോക്ടറും അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഒരു നോർമൽ ഹോസ്പിറ്റലിന് വേണ്ട ചെറിയ രീതിയിലുള്ള സൗകര്യങ്ങൾ, പെട്ടെന്നുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ കാണാനോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു മിനി ഹോസ്പിറ്റൽ പോലെ അതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു ക്ലാസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളവിടെ പോകാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് സീറ്റിലേക്ക് സെർവ് ചെയ്ത് തരും. നല്ല രാജകീയമായിട്ടിരുന്ന് കഴിക്കുക, നിങ്ങളുടെ വീട്ടിലേക്ക് പോകുക. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യാനുസരണം റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാവുന്നതാണ്. ഇനി അതിൽ ഒത്തിരി പ്രായമായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമെന്നല്ല നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് എത്തിക്കും. അതുപോലെ നിങ്ങൾക്ക് ലോണ്ട്രിയും കാര്യങ്ങളും നിങ്ങൾ വേറെ ചെയ്യേണ്ട കാര്യമില്ല. തുണിയൊക്കെ അലക്കുക എന്ന് പറഞ്ഞാൽ പ്രായമായ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. ഈ തുണിയെല്ലാം അവിടെ തന്നെ അലക്കി തരും. അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ കറണ്ട് ബില്ല് മാത്രം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല വീടുകളിലും ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും യൂസ് ചെയ്യുക. ഇപ്പോൾ ചില ആൾക്കാർ കൂടുതൽ AC ഒക്കെ വെച്ച് ഫുൾ ടൈം AC ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കറണ്ട് ബില്ല് വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ല് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് നമുക്ക് ചിലവാകുന്ന കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് നോർമലി ഒരു ഫ്ലാറ്റിന് 18,000 രൂപയാണ് നമുക്കിതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റായിട്ട് വരുന്നത്. അത് പോയിട്ട് ഫുഡിൻ്റെ കോസ്റ്റ് എക്സ്ട്രാ. നോർമലി ഒരാൾക്ക് ഏകദേശം 7,000 രൂപേനകത്ത് മാത്രമേ ഫുഡിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ. ഞാൻ പറയുന്നത് നല്ല 5 ക്ലാസ് ഭക്ഷണമാണ്, 5 സ്റ്റാർ ഭക്ഷണമാണ്. ഹൈ ലെവലിലുള്ള സർവീസും ആ ഒരു പ്രീമിയം ലെവലിലായിരിക്കും അവർ നോക്കുന്നത്. ആ രീതിയിലൊരു മെയിൻ്റനൻസ് ആയിരിക്കും അവിടെ നിന്ന് തരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റിക്കകത്ത് എറണാകുളത്ത് കാക്കനാടാണ് നമുക്ക് ഫ്ലാറ്റുകൾ അതിനകത്ത് വിൽപ്പനയ്ക്കുണ്ട്. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഫ്ലാറ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 പേരുള്ള ഒരു അച്ഛനും അമ്മയും അങ്ങനെ അടങ്ങുന്ന ഒരു 2 പേര് മാത്രമാണെന്നുണ്ടെങ്കിൽ, അതായത് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ചിലവ് ഏകദേശം 32,000 രൂപയിൽ നിൽക്കും. അത് പോയിട്ട് നിങ്ങൾക്കുള്ള കറണ്ട് ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഇപ്പോൾ പല ആൾക്കാർക്കും ഇൻസുലിനൊക്കെ എടുക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും, അതുപോലെ തന്നെ ചിലപ്പോൾ ഡയാലിസിസ് പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പ്രായമായ ആൾക്കാർക്ക് പല രീതിയിലുള്ള ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം നിങ്ങളവിടെ
ടൈംലി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകളെല്ലാം അവർ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടാവും കേട്ടോ. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൂ തന്നെ അവിടെ നിങ്ങൾക്ക് ഫുള്ളി സജ്ജമായിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസാണെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈവേഴ്സ് അവിടെ എപ്പോഴും 24/7 അവൈലബിൾ ആയിരിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രായമായ ആൾക്കാർ ചിലപ്പോൾ വീട്ടിൽ നിന്നിട്ട് ഒരു ഡ്രൈവറെ ജോലിക്ക് വയ്ക്കുവാണ്, അതുപോലെ ഹോം മെയ്ഡിനെ ജോലിക്ക് വയ്ക്കുവാണ്. ഇങ്ങനെയൊക്കെ വയ്ക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഇവർക്ക് സാലറി മാത്രം ഏകദേശം 40,000 രൂപയ്ക്ക് പുറത്ത് കൊടുക്കണം. ഇനി അത് പോയിട്ട് ഫുഡിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഇന്നത്തെ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ വീട്ടിലത്തെ ചിലവ് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ അരിയും പച്ചക്കറിയും അതുപോലെ തന്നെ മീനും ഇറച്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 700-800 രൂപ നോർമലി ഉള്ള ചിലവാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഏകദേശം ഒരു 1000 രൂപയ്ക്ക് പുറത്താകും കേട്ടോ. എങ്ങനെ വെച്ചാൽ ഒരു നമ്മൾ 4 പേര്, പിന്നെ നമ്മുടെ പയ്യന്മാർ 3-4 പേരുണ്ട്, അവർക്കുള്ള ഫുഡ് എല്ലാം കൂടെ വരുമ്പോൾ ഏകദേശം ഒരു 1000 രൂപയ്ക്ക് പുറത്ത് നമ്മൾ കാണണം. ഇത് സാധനം വാങ്ങിക്കുന്നതിൻ്റെ മാത്രമാണ്, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ചിലവിന് ശരിക്കും നിങ്ങൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കഴിഞ്ഞു പോകും. അത് പോയിട്ട് അവിടെ നിങ്ങൾക്ക് ഫുൾ ഫ്രീഡമാണ്. നമുക്ക് നിങ്ങളുടെ സ്വന്തം വീടാണ്, അതുകൊണ്ട് തന്നെ അതിൽ വേറെ കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ ഗെയിംസ് കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. എല്ലാ സംഭവങ്ങളും അവിടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. പല ആൾക്കാർക്കും പ്രായമായി കഴിഞ്ഞാൽ ഒരു അനുഭവിക്കുന്ന ഒരു ഏകാന്തത ഈ ഒരു കേസിൽ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകത്തില്ല. നമുക്ക് പുറം രാജ്യങ്ങളിലെല്ലാം വളരെയേറെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രോജക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു വേഗം തന്നെ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇനി നമുക്ക് അതിനകത്ത് 10 യൂണിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 60 ലക്ഷം രൂപ തൊട്ട് 1,05,00,000 രൂപ വരെയുള്ള ഫ്ലാറ്റുകളുണ്ട്. ഓരോന്നിൻ്റെയും വിലയിൽ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഏകദേശം ഒരു 800 സ്ക്വയർ ഫീറ്റ് ആ ഒരു റേഞ്ച് തൊട്ട് നമുക്ക് 1300 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഫ്ലാറ്റുകൾ ഇതിനകത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി തിരുവനന്തപുരത്തുള്ളവർക്ക് ഇതുപോലുള്ള ഫ്ലാറ്റുകൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ തന്നെ ബിൽഡിങ് ചെയ്ത് ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റി, ഒരു പ്രീമിയം ലെവൽ കമ്മ്യൂണിറ്റി നമ്മുടെ തിരുവനന്തപുരത്ത് പോത്തങ്കോട് ഉടനെ തന്നെ ലോഞ്ച് ആവുന്നുണ്ട്. അതിൻ്റെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വരുന്ന 1.5 വർഷത്തിനകത്ത് നമുക്ക് ആ പ്രോജക്റ്റ് ഫുൾ ഫങ്ഷനിങ്ങിലേക്ക് എത്തും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ബുക്കിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കേരളത്തിലെ സെയിൽസ് നമ്മളാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിലൂടെ ഈ വീഡിയോയും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്പറിൽ നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള ഫ്ലാറ്റുകൾ ബുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കുറേയൊക്കെ നമ്മളിപ്പോൾ അവിടെ വർക്കിംഗ് ആയിട്ടുള്ള, അതായത് കാക്കനാട് പ്രോജക്റ്റിൻ്റെ കുറേ വിഷ്വൽസാണ് നമ്മളിതിൽ ഓവർലേ ആയിട്ടൊക്കെ ഇട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ച് ബുക്ക് ചെയ്തു.